ഹലോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് എ സെക്കൻഡ് സെമസ്റ്റർ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് 2 ലീനിയർ ആൾജിബ്ര മൊഡ്യൂൾ 2 വെക്ടർ സ്പേസ് സബ്ജക്ട് കോഡ് GAMAT 201. നമുക്ക് മൊഡ്യൂളിലേക്ക് പോവാം. നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ അകത്ത് വെക്ടർ സ്പേസ് എന്ന കോൺസെപ്റ്റാണ് പഠിക്കുന്നത്. വെക്ടർ സ്പേസിൻ്റെ എക്സാമ്പിൾസ് RNനും MN/Nനെ കുറിച്ചും പഠിക്കും. നമുക്കറിയാം ഒരു സെറ്റ് ആയാൽ അതിന് സബ്സെറ്റ് ഉണ്ട്. അതുപോലെ വെക്ടർ സ്പേസിന് സബ്സെറ്റ് ഉണ്ട്. വെക്ടർ സ്പേസിൻ്റെ സബ്സെറ്റിനെ വെക്ടർ സബ് സ്പേസുകൾ എന്നാണ് പറയുന്നത്. RNൻ്റെയും MN/Nൻ്റെയും സബ് സ്പേസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇത് രണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള വെക്ടർ സ്പേസിൻ്റെ കോൺസെപ്റ്റുകൾ പഠിക്കും. ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ലീനിയർ കോമ്പിനേഷൻ, സ്പാനിങ് സെറ്റ്, ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്, ബേസിസ്, കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ, ചേഞ്ച് ഓഫ് ബേസിസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിക്കും. നമ്മൾ ഈ മൊഡ്യൂളിനായിട്ട് ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എലമെൻ്ററി ലീനിയർ ആൾജിബ്ര ഹോവർഡ് ആൻഡൻ, ക്രിസ് റോസ്വില്ലി 11th എഡിഷൻ 2019 ആണ്. ഈ ടെക്സ്റ്റ് ബുക്കിലത്തെ 4th ചാപ്റ്ററിലെ റിലവൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് 4.2, 4.3, 4.4, 4.5, 4.7 നമ്മൾ 4.7 ആണ് നമ്മുടെ സിലബസിലുള്ളത്. നമുക്ക് ഈ ബുക്കിലത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻസും നോക്കാം. ഓക്കെ, നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ പേര് വെക്ടർ സ്പേസ് എന്ന്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, വെക്ടർ എന്ന് ഫിസിക്സിലെ വെക്ടർ എന്ന് പറഞ്ഞാൽ ലെന്തും ഡയറക്ഷനും ഉള്ളൊരു ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ഒരു 2D പ്ലെയിനിൽ ഒരു 2 ഡയമെൻഷണൽ വെക്ടറിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു 2D പ്ലെയിനിൽ നമ്മളൊരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് രണ്ട് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. എക്സ് ആക്സിസിലത്തെ കോർഡിനേറ്റും വൈ ആക്സിസിലെ കോർഡിനേറ്റും എക്സും വൈയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളൊരു പൊസിഷൻ വെക്ടർ എടുക്കുക. നമ്മൾ പൊസിഷൻ വെക്ടറാണല്ലോ ഫിസിക്സിൽ ആദ്യം പഠിക്കുന്നത്. ഒരു പൊസിഷൻ വെക്ടർ എടുക്കുകയാണെങ്കിൽ ആ പൊസിഷൻ വെക്ടർ ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ ഏത് ഡയറക്ഷനിൽ ഒറിജിനിൽ നിന്ന് ഏത് ഡയറക്ഷനാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? അതിൻ്റെ പൊസിഷനെ എക്സും വൈയും കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എക്സ് ആക്സിസിലൂടെ എത്ര പോകണം, വൈ ആക്സിസിലൂടെ എത്ര പോകണം ആ പോയിന്റിലേക്ക് എത്താൻ. അതായത് എക്സ് ആക്സിസിലത്തെ പ്രൊജക്ഷൻ എന്താണ്, വൈ ആക്സിസിലത്തെ പ്രൊജക്ഷൻ എന്താണ്. അപ്പോൾ ഇതിനെ ഒരു വിത്തിൻ ദ ബ്രാക്കറ്റ് ഒരു കോമ്പൗണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുക രണ്ട് നമ്പേഴ്സിനെ. അപ്പോൾ ആദ്യത്തെ നമ്പർ എക്സിൻ്റെ ആണെന്നും രണ്ടാമത്തെ നമ്പർ വൈൻ്റെ ആണെന്നും ഉള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 10,20 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ആണ് 10, വൈ ആണ് 20 എന്ന്. അപ്പോൾ ഈ ഒരു ഓർഡറിങ് ഉള്ളത് കൊണ്ടും ഇതൊരു പെയർ ആയതുകൊണ്ടും നമ്മളിതിനെ ഓർഡേർഡ് പെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ എക്സ് വൈ പ്ലെയിന് ഈ ഒരു വെക്ടർ മാത്രമാണോ ഉള്ളത്? അല്ല, ഒരുപാട് പോയിന്റുകളില്ലേ. ഫസ്റ്റ് ക്വാർട്ടറിൽ ഇഷ്ടം പോലെയുണ്ട്, സെക്കൻഡ് ക്വാർട്ടറിൽ ഇഷ്ടം പോലെയുണ്ട്, തേർഡ് ക്വാർട്ടറിൽ ഇഷ്ടം പോലെയുണ്ട്, ഫോർത്ത് ക്വാർട്ടറിൽ ഇഷ്ടം പോലെയുണ്ട്. ഈ ഓരോ പോയിന്റുകളും ഓരോ ഓർഡേർഡ് പെയറാണ്. ഓരോ എക്സും വൈയും വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പെയറുകളാണ്. അങ്ങനെയാണ് എൻ്റയർ എക്സ് വൈ പ്ലെയിനെ നമുക്ക് എന്തെന്ന് പറയാം? കളക്ഷൻ ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് എന്ന് പറയാം. എക്സ് വൈ പ്ലെയിൻ എന്താണ്? ഇറ്റ്സ് കളക്ഷൻ ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് എന്നാണ്. ഇതിനെ ഒന്ന് അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ R2 എന്ന കോൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. R2 എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് കൊണ്ടുണ്ടാക്കിയ എല്ലാ ഓർഡേർഡ് പെയർസിൻ്റെയും കളക്ഷനെയാണ് R2 എന്ന് പറയുന്നത്. R2 എന്ന് വരാൻ കാരണം R ക്രോസ് R കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ R2നെ മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ ഇസ് ഓർഡേർഡ് പെയർ എക്സ് വൈ, set of all ordered pair xy such that xy belongs to real number. ഈ ഓർഡേർഡ് പെയറിനെ നമ്മൾ 2 ടപ്പിൾ എന്നും പറയും. അങ്ങനെയാണ് R2നെ എന്നാ പറയാം? സെറ്റ് ഓഫ് ഓൾ 2 ടപ്പിൾസ് such that set of all 2 ടപ്പിൾസ് xy such that xy belongs to real number. ഇതിനെ നമുക്ക് ജോമെട്രിക്കലി എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം? ജോമെട്രിക്കലി R2നെ നമുക്ക് എൻ്റയർ എക്സ് വൈ പ്ലെയിനായിട്ട് വിഷ്വലൈസ് ചെയ്യാം. R2ഉം എക്സ് വൈ പ്ലെയിനും എന്താ R2ൻ്റെ ജോമെട്രിക്കൽ വേർഷനാണ് എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, R2 നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് R3 എന്താ? R2 ഓർഡേർഡ് പെയർ ആണ്, R3 ട്രിപ്പിൾ ആണ്. 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് ട്രിപ്പിൾ എന്നാ പറയുക. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ട്രിപ്പിൾ സച്ച് ദാറ്റ് എക്സ് വൈ സെറ്റ് ബിലോങ്സ് ടു റിയൽ നമ്പർ. ഈ നടുക്കത്തെ വരയിനെ സച്ച് ദാറ്റ് എന്നാ പറയുക. നേരത്തെയും അത് തന്നെയാണ് കേട്ടോ. R2 സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ ബിലോങ്സ് ടു റിയൽ നമ്പർ. അതുപോലെ R3 സെറ്റ് ഓഫ് ഓൾ ഓർഡർ ട്രിപ്പിൾ എക്സ് വൈ സെറ്റ് സച്ച് ദാറ്റ് എക്സ് വൈ സെറ്റ് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. ഇനി R3
ഇനി ട്രിപ്പിൾ എന്ന് പറഞ്ഞല്ലോ, ട്രിപ്പിളിനെ നമുക്ക് 3 ടപ്പിൾ എന്ന് പറയാം. 3 ടപ്പിൾ അങ്ങനെയാണ് R3 എന്ന സെറ്റ് ഓഫ് ഓൾ 3 ടപ്പിൾ XYZ സച്ച് ദാറ്റ് XYZ ബിലോങ്സ് ടു റിയൽ നമ്പർ. ഓക്കെ, R2നെ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ഇമാജിൻ ചെയ്ത്, അല്ലെങ്കിൽ ജോമെട്രിക്കൽ വേർഷൻ പ്ലെയിൻ ആണ്. അങ്ങനെയാണ് R3യുടെ ജോമെട്രിക്കൽ വേർഷൻ എന്താ? R3യുടെ ജോമെട്രിക്കൽ വേർഷൻ എൻ്റെ 3D സ്പേസ് ആണ്. സ്പേസിലാണ് R3 ഉള്ളത്. R3യുടെ ജോമെട്രിക്കൽ വേർഷൻ എൻ്റെ 3D സ്പേസ് ആണ്. അതിലൊരു വെക്ടറാണ് ഈ പോയിൻ്റ്. ഈ പോയിൻറ്റിൽ ഒരു ട്രിപ്പിളാണ്. ആദ്യത്തെ നമ്പർ എക്സിലൂടെ എത്ര പോകണം, രണ്ടാമത്തേത് വൈയിലൂടെ എത്ര പോകണം, മൂന്നാമത്തെ ഇസഡിലൂടെ എത്ര പോകണം എന്ന് കാണിക്കും. എന്ന് വെച്ചാൽ എക്സിലൂടെയുള്ള പ്രൊജക്ഷൻ എന്താ, വൈയിലൂടെയുള്ള പ്രൊജക്ഷൻ എന്നാ, ഇസഡിലൂടെയുള്ള പ്രൊജക്ഷൻ എന്നാ. അപ്പോൾ ഈ സ്പേസ്, ഈ 3D സ്പേസ് നോക്കുവാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ ഓർഡേഡ് ട്രിപ്പിൾസ് ഉണ്ട്. ഒരുപാട് ട്രിപ്പിൾസ് ഉണ്ട്. അങ്ങനെയാണ് ഈ എൻ്റയർ ZY പ്ലെയിനെ നമുക്ക് എന്താണെന്ന് പറയാം? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓൾ ഓർഡേഡ് ട്രിപ്പിൾസ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ R2നെ XY പ്ലെയിൻ ആയിട്ടാണ് ഇമാജിൻ ചെയ്തത്. R3നെ 3D സ്പേസ് ആയിട്ടാണ് ഇമാജിൻ ചെയ്തത്. അങ്ങനെയാണ് R1നെ എന്തായിട്ടായിരിക്കും നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്? R2 ഓർഡേഡ് പേരുകളുടെ കളക്ഷനാണ്, R3 ഓർഡേഡ് ട്രിപ്പിളിൻ്റെ കളക്ഷനാണ്. അങ്ങനെയാണ് R1 ഇൻഡിവിജ്വൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തന്നെ എൻ്റയർ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് വെച്ചാൽ റിയൽ നമ്പേഴ്സിൻ്റെ തന്നെ കളക്ഷനാണ് R1. അങ്ങനെയാണെങ്കിൽ R1 എൻ്റെ റിയൽ നമ്പർ തന്നെയാണ്. R1നെ ജോമെട്രിക്കലി ഒരു നമ്പർ ലൈനായിട്ട് ഇമാജിൻ ചെയ്യുക. ഒരു നമ്പർ ലൈനായിട്ട് തന്നെ നമുക്ക് R1നെ ഇമാജിൻ ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു റിയൽ ലൈനായിട്ട് ഇമാജിൻ ചെയ്യാം. R2 2D സ്പേസ് വന്നു, R3 3D സ്പേസ് വന്നു. R1 ലൈൻ വന്നു, R2 പ്ലെയിൻ വന്നു, R3 3D സ്പേസ് വന്നു. ഓക്കെ, ഇനി നമുക്ക് ജനറലൈസ് ചെയ്യാം. R2നെയും R3നെയും R1നെയും ഒക്കെ ഹയർ ഡയമെൻഷൻസിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പോൾ R4 എങ്ങനെയാണ് നമ്മൾ ജോമെട്രിക്കലി ഇമാജിൻ ചെയ്യുക? നമുക്ക് ജോമെട്രിക്കലി ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് R3 വരെ ജോമെട്രിക്കലി ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളുള്ള നമ്മുടെ റിയൽ വേൾഡിൽ 3 ഡയമെൻഷനിലാണ് നമ്മുടെ റിയൽ വേൾഡ്. അതിൽ ഹയർ ഡയമെൻഷൻ നമ്മുടെ വേൾഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ മാത്തമാറ്റിക്കലി നമുക്ക് ഹയർ ഡയമെൻഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? അതിന് നമുക്ക് n ടപ്പിൾ എന്താണെന്ന് അറിയണം. നമ്മുടെ കയ്യിൽ n ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. n ഒബ്ജക്ട്സ് ഉണ്ട്. ആ n ഒബ്ജക്ട്സിനെ നമ്മൾ സെപ്പറേറ്റ് ബൈ കോമേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ എ ബ്രാക്കറ്റ് ഇങ്ങനെ എഴുതുന്നതിനെയാണ് n ടപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് 1 ടപ്പിൾ ആണെങ്കിൽ ഒറ്റ ഒബ്ജക്റ്റിൻ്റെ കളക്ഷൻ. 2 ടപ്പിൾ ആണ് 2 ഒബ്ജക്ട്സ് ഉണ്ട്. 3 ടപ്പിൾ ആണ് 3 ഒബ്ജക്ട്സ് ഉണ്ട്. 4 ടപ്പിൾ ആണ് 4 ഒബ്ജക്ട്സ് ഉണ്ട്. 10 ടപ്പിൾ ആണ് 10 ഒബ്ജക്ട്സ് ഉണ്ട്. n ടപ്പിൾ ആണ് n ഒബ്ജക്ട്സിൻ്റെ ഉണ്ട്. ഓക്കെ, Rn എന്താണെന്ന് നമുക്ക് പഠിക്കാം. R1 സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽ നമ്പേഴ്സിൻ്റെ കളക്ഷനായിരുന്നു. R2 പെയറുകളുടെ കളക്ഷനായിരുന്നു. R3 ട്രിപ്പിൾസിൻ്റെ കളക്ഷനായിരുന്നു. 3 ടപ്പിളിൻ്റെ കളക്ഷനായിരുന്നു. അങ്ങനെയാണ് Rn n ടപ്പിളുകളുടെ കളക്ഷനാണ്. Rn ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ n ടപ്പിൾസ് സച്ച് ദാറ്റ് xi ബിലോങ്സ് ടു റിയൽ നമ്പർ. ഓരോ ഇൻഡിവിജ്വലും റിയൽ നമ്പേഴ്സിൽ പെടണം. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് അല്ല, കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരുന്നേ അതിനെ എന്നാ പറഞ്ഞേനെ? Cn എന്ന് പറഞ്ഞേനെ. Cn എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡർ n ടപ്പിൾസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. R1 എന്ന് പറഞ്ഞാൽ 1 ടപ്പിളുകളുടെ കളക്ഷൻ. അതിൽ ഒരു ഇൻഡിവിജ്വൽ മെമ്പർ R1 കുറേ സാധനത്തിൻ്റെ കളക്ഷനാണ്. അതിലൊരു ഇൻഡിവിജ്വൽ മെമ്പർ എങ്ങനെയായിരിക്കും? ഉദാഹരണത്തിന് 2 R1ൽ പെടും, കാരണം നമ്പർ ലൈനിൽ 2 പെടും. R2 പെയറുകളുടെ കളക്ഷനാണ്, അപ്പോൾ ഒരു പെയർ അതിൽ പെടും. R3 ട്രിപ്പിളിൻ്റെ കളക്ഷനാണ്. R4 4 ടപ്പിളുകളുടെ കളക്ഷനാണ്. R10 10 ടപ്പിളുകളുടെ കളക്ഷനാണ്. C1 Z ഇൻഡിവിജ്വൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. ഈ Z എന്ന് ഉദ്ദേശിക്കുന്ന കോംപ്ലക്സ് നമ്പർ എന്നാണ്. Z ഈസ് ഈക്വൽ ടു x പ്ലസ് IY. നമുക്ക് C1നെ ജോമെട്രിക്കലി ഇമാജിൻ ചെയ്യാൻ പറ്റും. കാരണം C1 എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെയാണ്. C1 എന്ന് പറഞ്ഞാൽ C തന്നെയാണ്. അപ്പോൾ നമ്മൾ XY പ്ലെയിൻ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു റിയൽ പാർട്ട് കാണും, ഇമാജിനറി പാർട്ട് കാണും.
ഇമാജിനറി പാർട്ടാണ് എക്സ് വൈക്കകത്തെ വൈ ആണ് ഇമാജിനറി പാർട്ട്, എക്സ് ആണ് റിയൽ പാർട്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എടുക്കുക. ഈ പോയിൻ്റ് 10,20 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ, എക്സ് 10 ആണ്, വൈ 20 ആണ്. അപ്പോൾ ഇതെന്താണ്, ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 10+20 അതിനെയാണ് ഈ പോയിൻ്റ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ C1 ആക്ച്വലി എന്താണ്, കോംപ്ലക്സ് പ്ലെയിൻ ആണ്. ഓക്കെ, C4 C2 C3 C4 C1 മാത്രമേ നമുക്ക് ജോമെട്രിക്കലി ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഹയർ ആയിട്ടുള്ള ഒന്നിനെ നമുക്ക് ജോമെട്രിക്കലി ഇമാജിൻ ചെയ്യാൻ പറ്റിയില്ല. C2 C3 C4 ഇതിനെയൊന്നും നമുക്ക് ജോമെട്രിക്കലി ഇമാജിൻ ചെയ്യാൻ പറ്റിയില്ല. മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫോമുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, C10. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, Rn എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ n ടപ്പിൾസാണ്. n ടപ്പിൾ എന്ന് പറഞ്ഞാൽ Rnൻ്റെ ഒരു ഇൻഡിവിജ്വൽ വെക്ടർ അല്ലെങ്കിൽ മെമ്പറാണ്. Rn എന്ന് പറയുന്നത് n ടപ്പിൾ അല്ല, Rn നോട്ട് ഈക്വൽ ടു n ടപ്പിൾ. ഇൻസ്റ്റഡ് Rn ഇസ് ദ കളക്ഷൻ ഓഫ് ഓൾ n ടപ്പിൾസ്. n ടപ്പിളുകളുടെ കളക്ഷനാണ് Rn. ഉദാഹരണത്തിന് R2 എന്ന് പറഞ്ഞാൽ തന്നെ ഓർഡേഡ് പെയർസിൻ്റെ കളക്ഷനാണ്. എന്നാൽ അതിലത്തെ ഒരു ഓർഡേഡ് പെയറാണ് 1,2. 1,2 R2ൽ പെടും എന്നാണ് അർത്ഥം, അല്ലാതെ 1,2 R2 ആണെന്നല്ല അർത്ഥം. അതാണ് Rനും n ടപ്പിളും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമ്മൾ n ടപ്പിളുകളെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് വെക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള വെക്ടർ അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ട് ഓപ്പറേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് വെക്ടർ അഡീഷനും രണ്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും. നമ്മൾ R2വിലത്തെ വെക്ടർ അഡീഷനെ കുറിച്ചും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചും ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെക്ടർ അഡീഷൻ നോക്കുവാണ്. ഓക്കെ, നമ്മൾ R2വിലത്തെ രണ്ട് വെക്ടേഴ്സ് എടുത്തു, ഒന്ന് യുവും വിയും. നമുക്ക് ഈ രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യണം. നമ്മളെങ്ങനെ ആഡ് ചെയ്യും? കമ്പോണൻറ്റ് വൈസ് ആഡ് ചെയ്യണം. എക്സ് കമ്പോണൻറ്റുകളെ തമ്മിൽ ആഡ് ചെയ്യണം, വൈ കമ്പോണൻറ്റുകളെ തമ്മിൽ ആഡ് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം കോമ വെച്ച്. അങ്ങനെയാണ് യുവും വിയും തമ്മിൽ ആഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്? യു പ്ലസ് വി എങ്ങനെയായിരിക്കും? 3,3 വരും. ഓക്കെ, ഇനി എനിക്ക് യു എന്ന് പറയുന്ന വെക്ടറിനെ ഒരു നമ്പർ വെച്ച് നമ്മൾ സ്കെയിൽ ചെയ്യാൻ പോവാം. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ 2u എനിക്ക് കണ്ടുപിടിക്കണം. 2u എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 4,2 എന്ന് കിട്ടും. 2u എന്ന് പറഞ്ഞാൽ 4,2 എന്ന് കിട്ടി. ആ വെക്ടറിൻ്റെ പ്രത്യേകം നോക്കി, അത് യുടെ ഡയറക്ഷൻ തന്നെയാണ്. ഒന്ന് സ്ട്രെച്ച് ആയെന്നേ ഉള്ളൂ, ഒന്ന് സ്കെയിൽ ആയെന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ സ്കെയിൽ ദ വെക്ടർ. പക്ഷേ നമ്മളൊരു നെഗറ്റീവ് നമ്പർ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമ്മൾ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അപ്പോൾ -u കിട്ടും. -u എങ്ങനെയാണ് നിൽക്കുന്നത്? -1 വെച്ച് നമ്മൾ കമ്പോണൻറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്തു, -2 -1. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ മാറി എന്ന് പറഞ്ഞാലും അത് 180 ഡിഗ്രി ഫ്ലിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഫ്ലിപ്പിംഗ് ആണ് സംഭവിച്ചത്. ആ ഡയറക്ഷൻ്റെ ലെന്ത് ചേഞ്ച് ചെയ്തിട്ടില്ല, ലൈൻ ഓഫ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ ഫ്ലിപ്പ് ചെയ്തു. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിപ്പോയി, ഫ്ലിപ്ഡ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ വെക്ടർ അഡീഷൻ എന്താണെന്ന് കണ്ടു, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ആൽജിബ്രായിക്കലി കാണുവാണ്. ഓക്കെ, ഇനി ഒരു 10 ടപ്പിളുകളെ തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യുക? ഇൻഡിവിജ്വൽ 10 ടപ്പിളുകളെ എങ്ങനെ ആഡ് ചെയ്യുക? ഇൻഡിവിജ്വൽ കമ്പോണൻസുകളെ തമ്മിൽ ആഡ് ചെയ്യുക, സെപ്പറേറ്റ് ബൈ കോമാസ് വിത്തിൻ ബ്രാക്കറ്റ്. ഇനി 10 ടപ്പിളിനെ എങ്ങനെ ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? ഓരോ കമ്പോണൻറ്റിനെയും സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക വിത്തിൻ ബ്രാക്കറ്റ്. ഓക്കെ, രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി n ടപ്പിളുകളെ എങ്ങനെ ആഡ് ചെയ്യും? സിമിലർ വേ, കമ്പോണൻറ്റുകളെ തമ്മിൽ ആഡ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. സ്കെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? കമ്പോണൻറ്റുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. വെക്ടർ അഡീഷനും സ്കെയിലാർ അഡീഷനും R2വിലത്തെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ R2വിലത്തെ വെക്ടർ അഡീഷൻ്റെയും സ്കെയിലാർ അഡീഷൻ്റെയും കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ നോട്ട് ചെയ്യാൻ പോകുക. ഈ പ്രോപ്പർട്ടീസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒബ്വിയസ് ആയിട്ട് തോന്നും, വളരെ സില്ലി ആയിട്ട് തോന്നും. എന്തിനാ ഇതിങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത്, എന്തിനാ ഇത് നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് പോലും തോന്നും. കാരണം അത്രയ്ക്ക് ഒബ്വിയസും ആയിട്ടുള്ള കാര്യമാണ്, ഒബ്വിയസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഇതിങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ എന്ന് നമുക്ക് തോന്നും. ഇത് പ്രത്യേകിച്ച് ലിസ്റ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ മാത്തമാറ്റിക്സിൽ നമുക്കൊന്നും ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എല്ലാത്തിനും ഒരു റീസൺ ചെയ്യണം. പ്രോപ്പർട്ടീസ്, ഈ സിമിലർ പ്രോപ്പർട്ടീസ് വേറെ സ്ട്രക്ചറിലുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം
നമ്മുടെ പ്രോപ്പർട്ടി എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒരു വെക്ടർ എടുത്തു യു, വേറൊരു വെക്ടർ എടുത്തു വി. എനിക്കിതിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടും. ഉത്തരം കിട്ടും എന്നുള്ളതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. രണ്ട് വെക്ടറിനെ ആഡ് ചെയ്താൽ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരം ആ സ്പേസിൽ തന്നെ ഉള്ള ആളായിരിക്കും. എന്ന് വെച്ചാൽ R2-ൽ നമ്മൾ രണ്ട് വെക്ടറിനെ ആഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടറും R2-ൽ തന്നെ ആയിരിക്കും. അല്ലാതെ നമുക്ക് ആ വെക്ടർ ഈ പ്ലെയിനിൽ നിന്ന് പൊങ്ങിപ്പോത്തൊന്നുമില്ല. ആ R2-ൽ തന്നെ ആ XY പ്ലെയിനിൽ തന്നെയുള്ള ഒരു വെക്ടർ തന്നെ ആയിരിക്കും കിട്ടുന്ന ഉത്തരം. അപ്പോൾ അത് വളരെ ഒബ്വിയസ് ആണ്. ഇത് രണ്ട് വെക്ടർ ആഡ് ചെയ്താൽ അങ്ങനെയല്ലേ വരുള്ളൂ എന്ന് തോന്നും. അതൊരു വലിയ പ്രോപ്പർട്ടിയാണോ? പക്ഷേ അതൊരു പ്രോപ്പർട്ടിയാണ്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തേ പറ്റുള്ളൂ. അത് ഈ പ്രോപ്പർട്ടി ഫെയിൽ ആകുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഈ പ്രോപ്പർട്ടി ഫെയിൽ ആകുന്ന ഓപ്പറേഷൻസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടണമെന്നില്ല. ഇപ്പോൾ ടൂവിനെയും ടൂവിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 1 കിട്ടി. പക്ഷേ എനിക്ക് 2-നെയും 0-നെയും തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു ഉത്തരം ഇല്ല. അൺഡിഫൈൻഡ് ആണ്. പക്ഷേ വെക്ടർ അഡീഷൻ അങ്ങനെയല്ല. രണ്ട് വെക്ടറിനെ ആഡ് ചെയ്ത ഒരു ഉത്തരം ഉണ്ട്. ഓക്കെ, ഒരു ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ക്ലോഷർ അണ്ടർ വെക്ടർ അഡീഷൻ. ആ ഉത്തരം നമ്മൾ ഡീൽ ചെയ്യുന്ന ആ സ്ട്രക്ചറിൽ തന്നെ പെടും. യുവും വിനെയും പോലെയുള്ള ഒരു സാധനം തന്നെയായിരിക്കും യു പ്ലസ് വി. യു R2-ൽ പെടുന്ന ഒരാളാണ്, വി R2-ൽ പെടുന്ന ആളാണ്. കിട്ടുന്ന ഉത്തരം യു പ്ലസ് വിയും R2-ൽ പെടുന്ന ഒരാൾ തന്നെയായിരിക്കും. അതാണ് ക്ലോഷർ അണ്ടർ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ പ്രോപ്പർട്ടി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഒരു വെക്ടറിനെ ഞാൻ സ്കെയിൽ ചെയ്തു. എനിക്കൊരു ഉത്തരം കിട്ടിയിരിക്കും. ആ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? അത് R2-ൽ തന്നെ പെടുന്ന ഒരാളായിരിക്കും. അതിനെയാണ് ക്ലോഷർ അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ യു പ്ലസ് വി എന്ന ആഡ് ചെയ്യുക. യു പ്ലസ് വി എന്ന് ആഡ് ചെയ്യുക. അത് തന്നെയായിരിക്കും വി പ്ലസ് യു. ഓർഡർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറ്റുന്നത് കൊണ്ട് ആ ഉത്തരം മാറുന്നില്ല. ഉദാഹരണത്തിന് യു എന്ന് പറയുന്നൊരു വെക്ടർ, ആ വെക്ടറിനെ വി വെച്ച് ആഡ് ചെയ്ത് വേണം എനിക്ക് വിനെ യുയിലോട്ട് ആഡ് ചെയ്യാം. വി പ്ലസ് യു ആക്കാം. രണ്ടും സെയിം ആയിരിക്കും. രണ്ടും സെയിം വെക്ടർ ആയിരിക്കും. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇനി അടുത്ത അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. എനിക്ക് യുവും വിയും ഡബ്ല്യുവും 3 വെക്ടർ ഉണ്ട്. എനിക്ക് ഇതിനെ ആഡ് ചെയ്യണം. എനിക്ക് വേണം ആദ്യം വിനെയും ഡബ്ല്യുവിനെയും ആഡ് ചെയ്യാം. ആദ്യം വിനെയും ഡബ്ല്യുവിനെയും ആഡ് ചെയ്ത് അതിനെ യുയിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത് നോക്കാം. വിനെയും ഡബ്ല്യുവിനെയും ആഡ് ചെയ്തിട്ട് വിനെയും ആഡ് ചെയ്തു. എനിക്കൊരു വെക്ടർ കിട്ടി. അതിനെ ഞാൻ യു കൊണ്ട് ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി 5,6. ഇനി ഞാൻ ചെയ്യുന്നു, അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തത് എന്നാ, വിനെയും ഡബ്ല്യുവിനെയും ആഡ് ചെയ്ത് യുയിലോട്ട് കൊണ്ടുവന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് യുവിനെയും വിനെയും ആദ്യം ആഡ് ചെയ്ത് എന്നിട്ട് അതിനെ ഡബ്ല്യു ആയിട്ട് ആഡ് ചെയ്തു. അത് ഞാൻ ചെയ്യുന്നത് വിനെയും ഡബ്ല്യുവിനെയും ആയിരുന്നു ആഡ് ചെയ്തത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് യുവിനെയും വിനെയും ആഡ് ചെയ്തിട്ട് അതിനെ ഡബ്ല്യു കൊണ്ട് ആഡ് ചെയ്യാൻ പോവാം. യുവിനെയും വിനെയും തമ്മിൽ ആഡ് ചെയ്യാൻ പോവാണ്. യുവിനെയും വിനെയും ആഡ് ചെയ്തു. അതിനെ ഞാൻ ഡബ്ല്യു ആയിട്ട് ആഡ് ചെയ്തു. അതും എനിക്ക് 5.6 ആണ് കിട്ടിയത്. അതായത് വിനെയും ഡബ്ല്യുവും കൊണ്ട് ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് 5.6 ആണ്. യുവിനെയും വിനെയും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിനെയും ഡബ്ല്യു കൊണ്ട് ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? അതും 5.6 ആണ്. അതായത് ഞാൻ എങ്ങനെ അസോസിയേറ്റ് ചെയ്തു, ബ്രാക്കറ്റ് എങ്ങനെ ഇട്ടു, എങ്ങനെ അറേഞ്ച് ചെയ്തു, എങ്ങനെ അസോസിയേറ്റ് ചെയ്തു എന്നതിൽ കാര്യമില്ല. എങ്ങനെ വേണമെങ്കിലും എനിക്ക് അസോസിയേറ്റ് ചെയ്യാം. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് വെക്ടർ അഡീഷൻ. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്നാന്ന് ചോദിച്ചാൽ, ഓക്കെ, ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടീനെ ആൽജിബ്രായിക്കലി കാണാം. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി, എനിക്കൊരു വെക്ടർ ഉണ്ട്, സീറോ വെക്ടർ. സീറോ വെക്ടറിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, സീറോ വെക്ടർ എന്ന് വെച്ചാൽ 0,0. ആ വെക്ടറിനെ, ഏത് വെക്ടറിനെയും സീറോ വെക്ടർ വെച്ച് ആഡ് ചെയ്താൽ എനിക്ക് യു തന്നെ കിട്ടും. യുവിനെ സീറോ വെക്ടർ വെച്ച് ആഡ് ചെയ്താൽ എനിക്ക് യു തന്നെ കിട്ടും. സീറോ വെക്ടറിനെ നമുക്ക് സീറോയുടെ മുകളിലൊരു ബാർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് വെക്ടർ അഡീഷൻ്റെ അകത്ത് ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു ഏത് രണ്ട് വെക്ടറിനെ ആഡ് ചെയ്താൽ എനിക്കൊരു വെക്ടർ കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു വെക്ടറിൻ്റെ കൂട്ടത്തിൽ ഏത് വെക്ടർ ആഡ് ചെയ്താൽ എനിക്ക് സീറോ വെക്ടർ കിട്ടും? ആ വെക്ടർ വേറെ ആരുമല്ല, -u ആണ്. എല്ലാ വെക്ടറിനും ഒരു മൈനസ് വെക്ടറുണ്ട്, ഇൻവേഴ്സ് വെക്ടറുണ്ട്.
അതായത് യുവിനെ മൈനസ് യു വെച്ച് ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 0 വെക്ടർ കിട്ടും. ഇനി അടുത്തത്, ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വെക്ടർ അഡീഷൻ്റെ അകത്തെ പ്രോപ്പർട്ടീസാണ്. ഇനി നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ അകത്തെ പ്രോപ്പർട്ടീസ് നോക്കാൻ പോവുക. ആദ്യം തന്നെ നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കെയിൽ ചെയ്യുക എന്ന് വെച്ചാൽ സ്ട്രെച്ച് ചെയ്യുക എന്ന അർത്ഥത്തിൽ ഒരു വെക്ടറിനെ എന്തുമായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ ആ വെക്ടർ തന്നെ കിട്ടും. എന്നുവെച്ചാൽ അതിൻ്റെ സ്കെയിലിംഗ് ഒന്നും മാറാതെ ആ വെക്ടറിൻ്റെ അതിൻ്റെ ഡയറക്ഷനോ അതിൻ്റെ ലെന്തിനോ ഒന്നും മാറ്റമില്ലാതെ കിട്ടും. 1 എന്ന സ്കെയിലാറിനെ യു വെച്ച് നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ യു തന്നെ കിട്ടും. അതാണ് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു വെക്ടർ എടുക്കുക, ഒരു വെക്ടർ സ്പേസ് എടുത്തു. നമ്മളൊരു വെക്ടർ സ്പേസ്, ഒരു 2D വെക്ടർ സ്പേസ് എടുത്തു. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു വെക്ടർ എടുത്തു, യു എന്ന് പറയുന്നൊരു വെക്ടർ എടുത്തു. അതിൻ്റെ അകത്ത് യു എന്ന് പറയുന്നൊരു വെക്ടർ എടുത്തു. ആ യുവിനെ എനിക്ക് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ വെച്ച് ഞാൻ അതിനെ സ്കെയിൽ ചെയ്യാൻ പോകും. ബി യു ഉണ്ടാക്കാൻ പോകും. ഞാൻ ബി യു എന്ന് പറയുന്നൊരു വെക്ടറാക്കി സ്കെയിൽ ചെയ്തു. ഇനി ഈ റിസൾട്ടൻറ്റിനെ ഞാൻ എ വെച്ച് സ്കെയിൽ ചെയ്യാൻ പോകും. അപ്പോൾ റിസൾട്ടൻറ്റിനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എ വെച്ച് സ്കെയിൽ ചെയ്തു. എനിക്ക് ഇങ്ങനെ ചെയ്യാതെ എന്ന് വെച്ചാൽ ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഞാൻ യു എന്ന വെക്ടറിനെ എന്ത് ചെയ്തു? ബി എന്ന് പറഞ്ഞ നമ്പർ വെച്ച് സ്കെയിൽ ചെയ്തു, ബി യു ആക്കി. ആ റിസൾട്ടൻറ്റിനെ ഞാൻ എന്ത് ചെയ്തു? എ എന്ന് പറഞ്ഞ നമ്പർ വെച്ച് സ്കെയിൽ ചെയ്ത് എ യു ആക്കി. ഓക്കെ, അതായത് ഞാൻ ബി വെച്ച് സ്കെയിൽ ചെയ്തത് ആണ് പിങ്ക്. ബി വെച്ച് സ്കെയിൽ ചെയ്തപ്പോൾ കിട്ടിയതാണ് പിങ്ക്. എ വെച്ച് സ്കെയിൽ ചെയ്തപ്പോൾ കിട്ടിയതാണ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ. ഓക്കെ, എനിക്ക് ഇങ്ങനെ ചെയ്യാതെ ഞാൻ സ്കെയിൽ ചെയ്യാൻ പോകുന്നത്, ഞാൻ ബി വെച്ചും സ്കെയിൽ ചെയ്യുന്നുണ്ട്, എ വെച്ചും സ്കെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യമേ തന്നെ എനെയും ബിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടിയ റിസൾട്ടൻ്റ് വെച്ച് ഞാൻ യുവിനെ സ്കെയിൽ ചെയ്യാമായിരുന്നല്ലോ എനിക്ക്. അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നെങ്കിൽ ഇതേ ലെന്ത് തന്നെ കിട്ടിയേനെ. അത് യുവിനെ എ ഡോട്ട് ബി വെച്ച് സ്കെയിൽ ചെയ്യുമായിരുന്നേ അതേ ലെന്ത് തന്നെ എനിക്ക് കിട്ടിയേനെ. അതായത് എനിക്ക് സ്കെയിലേഴ്സിനെ എങ്ങനെ വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്യാമായിരുന്നു. ഇതാണ് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി. ഞാനിവിടെ എന്ത് ചെയ്തു? ഞാനിവിടെ എനെയും ബിനെയും തമ്മിൽ അസോസിയേറ്റ് ചെയ്തു. ആദ്യമേ എ ഡോട്ട് ബി ആക്കി, എന്നിട്ട് അതിനെ യു വെച്ച് ചെയ്തു. എനിക്ക് വേണമെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്യാം. എ ഡോട്ട് ആദ്യമേ ബി ഇവിടെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എനിക്ക് സ്കെയിലേഴ്സിനെ എങ്ങനെ വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്യാമായിരുന്നു. ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു ആൾജിബ്രായിക് എക്സാമ്പിൾ വെച്ച് കാണാം. ഇതുണ്ടോ? എ ഡോട്ട് ബി ഡോട്ട് യു, അതിന് എ ഡോട്ട് ബി ഡോട്ട് യു എന്ന് കിട്ടി. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണും, ഞാനിവിടെ വെറും ഡോട്ടും ഇവിടെ ഒരു ഡോട്ട് വിത്തിനെ സർക്കിളാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അതായത് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഓ ഡോട്ട് എന്ന്. ഇത് സാധാ ഡോട്ട്. ഓ ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സ്കെയിലാറിനെ ഒരു വെക്ടർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് ഓ ഡോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ രണ്ട് സ്കെയിലാർസിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഞാൻ വെറും ഡോട്ട് ഉപയോഗിച്ചേനെ. അപ്പോൾ ഇവിടെ നോക്കി, ഈ ബീനെ ഞാനൊരു വെക്ടർ വെച്ച് സ്കെയിൽ ചെയ്യുക. അതുകൊണ്ട് ഞാൻ ബി ഡോട്ട് യു എന്ന് ഉപയോഗിച്ചു. എനിക്ക് കിട്ടുന്ന ഉത്തരം എന്താ? ഒരു വെക്ടർ. ഈ ബി ഡോട്ട് യു എന്ന് പറയുന്നൊരു വെക്ടർ. അതുകൊണ്ട് ഞാൻ എനെ ഈ വെക്ടർ വെച്ചാണ് ഞാൻ സ്കെയിൽ ചെയ്യുന്നത്. ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ചെയ്യുന്നത് എനെയും ബിനെയും ഞാൻ ഒരുമിച്ച് നമ്പേഴ്സിനെ ആദ്യം സ്കെയിൽ ചെയ്യുക.
അതുകൊണ്ട് അവിടെ വെറും ഡോട്ട് വന്നു. എന്നിട്ട് അപ്പോൾ ആ നമ്പേഴ്സ് റിസൾട്ടൻ്റ് എന്താ? നമ്പർ മാത്രം. ആ നമ്പറിനെ ഞാൻ വെക്ടർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഓ ഡോട്ട് വന്നു. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ്. ഞാൻ വെക്ടറിനെ വെച്ചാണോ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതോ രണ്ട് നമ്പേഴ്സിനെ ഉപയോഗിച്ചാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യാനാണ് ഓ ഡോട്ട് ഉപയോഗിച്ചത്. ഇതുപോലെ തന്നെ വെക്ടർ ആഡ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് തമ്മിലാണോ ആഡ് ചെയ്യുന്നത്, വെക്ടർ തമ്മിലാണോ ആഡ് ചെയ്യുന്നതെന്ന് സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് ഓ പ്ലസ് ഉപയോഗിക്കാൻ പറ്റും. വെക്ടർ അഡീഷൻ സൂചിപ്പിക്കാൻ ഓ പ്ലസ് ഉപയോഗിക്കാൻ പറ്റും. ഓ പ്ലസ് ഇങ്ങനെ, ഇതാണ് ഓ പ്ലസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ആദ്യമേ 3നെ 1 1 എന്ന് പറഞ്ഞ വെക്ടർ വെച്ച് സ്കെയിൽ ചെയ്തു. എന്നിട്ട് ആ റിസൾട്ടൻറ്റ് വെക്ടറിനെ 2 വെച്ച് സ്കെയിൽ ചെയ്തു. അതും എന്തും സെയിം ആണ്. ആ സ്കെയിലേഴ്സിനെ ആദ്യം ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ വെക്ടർ വെച്ച് എനിക്ക് സ്കെയിൽ ചെയ്യായിരുന്നു. രണ്ടും ഒന്നാണ്. ഇനി അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ വെക്ടർ അഡീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓ പ്ലസ് എന്ന് വെച്ചാൽ രണ്ട് വെക്ടറിനെ തമ്മിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ വെക്ടർ അഡീഷൻ, ഞാൻ രണ്ട് വെക്ടറിനെ ആഡ് ചെയ്തിട്ട് അതിനെ എനിക്ക് സ്കെയിൽ ചെയ്യണം. അതിന് പകരം എനിക്ക് ഇൻഡിവിജ്വൽ വെക്ടറിനെ സ്കെയിൽ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഞാൻ ആദ്യമേ തന്നെ വെക്ടർ അഡി ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാതെ എനിക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലി സ്കെയിൽ ചെയ്തിട്ടും ആഡ് ചെയ്യാം. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ വെക്ടർ അഡീഷൻ. ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ സ്കെയിലാർ അഡീഷൻ ഉണ്ട്. അതിന് രണ്ട് സ്കെയിലേഴ്സിനെ ആഡ് ചെയ്തിട്ട് അതിനെ ഒരു വെക്ടർ വെച്ച് സ്കെയിൽ ചെയ്യണം. അതിന് പകരം ഇൻഡിവിജ്വലായിട്ട് എനിക്ക് ആദ്യമേ സ്കെയിൽ ചെയ്തിട്ട്, ഇൻഡിവിജ്വലി ഞാൻ സ്കെയിൽ ചെയ്യുമ്പോൾ എനെ യുവിനെ സ്കെയിൽ ചെയ്തു, ബിനെ യുവിനെ സ്കെയിൽ ചെയ്തു, രണ്ട് വെക്ടേഴ്സ് അതിനെ തമ്മിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ സ്കെയിലാർ അഡീഷൻ. ഈ പ്രോപ്പർട്ടി R2-ൽ സാറ്റിസ്ഫൈഡ് ആണ്. R2-ന് ഈ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, നമ്മളപ്പോൾ 10 പ്രോപ്പർട്ടീസ് പറഞ്ഞു. 5 അഡീഷനുമായിട്ട് ബന്ധപ്പെട്ടതും 5 മൾട്ടിപ്ലിക്കേഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതും. ഈ പ്രോപ്പർട്ടീസ് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ പ്രോപ്പർട്ടീസ് ഈ R2-ൽ മാത്രമാണോ ഉള്ളത്? R2 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 ടപ്പിൾസാണ്. 2 ടപ്പിൾസിൽ ആ പ്രോപ്പർട്ടി ഉണ്ട്. 3 ടപ്പിളിലും ഉണ്ട്, 4 ടപ്പിളിലും ഉണ്ട്, 5 ടപ്പിളിലും ഉണ്ട്, 10 ടപ്പിളിലും ഉണ്ട്, n ടപ്പിളിലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടീസൊക്കെ എവിടെയുണ്ട്? എല്ലാ Rnലും ഉണ്ട്. Rnൽ മാത്രമാണോ ഈ പ്രോപ്പർട്ടീസ് ഉള്ളത്? അല്ല. ഈ പ്രോപ്പർട്ടീസൊക്കെ വേറെ മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ വേറൊരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ കാണാം. ഞാൻ ഒരു mn/n എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് m2/2 എന്നാന്ന് നോക്കാം. m2/2 എന്ന് പറഞ്ഞാൽ എല്ലാ 2/2 മാട്രിക്സിൻ്റെയും കളക്ഷനാണ് m2/2. അപ്പോൾ a11, a12, a21, a22 എന്ന് വെച്ചാൽ റോ 1-ലത്തെ ആദ്യത്തെ ആൾ, ഫസ്റ്റ് റോ എന്നാണ് ഈ ആദ്യത്തെ 1 കാണിക്കുന്നത്. ഫസ്റ്റ് റോ 1, ഈ രണ്ടാമത്തെ 1 കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ a11, ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലെ a12. അപ്പോൾ ആദ്യത്തെ നമ്പർ റോനെയാണ് സൂചിപ്പിക്കുന്നത്, രണ്ടാമത്തെ നമ്പർ കോളത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ m2/2 എന്ന് പറഞ്ഞാൽ എല്ലാ 2/2 മാട്രിക്സിൻ്റെയും കളക്ഷൻ. അങ്ങനെയാണ് mn/n എന്നാ n m റോയും 1 2 3 m റോയും n കോളവും 1 2 എക്സ്ട്രാ n കോളവുമുള്ള ഒരു കോളമുള്ള എല്ലാ മാട്രിക്സിൻ്റെയും കളക്ഷനാണ് mn/n. ഓക്കെ, ഇനി m2/2-ലെ മാട്രിക്സ് അഡീഷൻ എങ്ങനെയാണ്? കമ്പോണൻറ്റ് വൈസ് ആണ് ആഡ് ചെയ്യുന്നത്. മാട്രിക്സിനെ എങ്ങനെ ആഡ് ചെയ്യും? കമ്പോണൻറ്റ് വൈസ് ആഡ് ചെയ്യും. ഈ ഫസ്റ്റ് കമ്പോണൻറ്റിനെയും സെക്കൻഡ് കമ്പോണൻറ്റിനെയും, ഫസ്റ്റ് റോയിലത്തെ ഫസ്റ്റിനെയും ഫസ്റ്റ് ഓരോ കറസ്പോണ്ടിങ് റോ കോളത്തിലുള്ളതിനെ അതിനെ a11നെ a11 ആയിട്ടും a212നെ a212 ആയിട്ടും നമ്മൾ കറസ്പോണ്ടിങ് എലമെൻസിനെ തങ്ങളിൽ ആഡ് ചെയ്യുമ്പോൾ മാട്രിക്സ് അഡീഷൻ വന്നു. ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ? 2 വെച്ച് നമ്മുടെ മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ എന്നാ ചെയ്യേണ്ടത്? എല്ലാ എലമെൻറ്റിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് മാട്രിക്സ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അങ്ങനെയാണ് mn/nലെ മാട്രിക്സ് അഡീഷൻ എങ്ങനെയായിരിക്കും? കറസ്പോണ്ടിങ് എൻട്രീസിനെ തങ്ങളിൽ ആഡ് ചെയ്യുന്നു. ഇതിനെ ആഡ് ചെയ്യുന്നു, ഇതിനെ ആഡ് ചെയ്യുന്നു, ഇതിനെ ആദ്യം ആഡ് ചെയ്യുന്നു, ഇതിനെ ആഡ് ചെയ്യുന്നു, കറസ്പോണ്ടിങ് എലമെൻസിനെ ആഡ് ചെയ്യുന്നു.
സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കറസ്പോണ്ടിങ് എലമെൻസിനെ എല്ലാ എലമെൻസിനെയും സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി മാട്രിക്സ് അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും നമ്മൾ കണ്ടു. ഇനി M2/2 നമ്മൾ R2-ൽ കണ്ട പ്രോപ്പർട്ടിയൊക്കെ M2/2-ൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പോവാം. നമ്മൾ R2-ൽ കണ്ട ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ക്ലോഷർ അണ്ടർ വെക്ടർ അഡീഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ രണ്ട് വെക്ടറിനെ ആഡ് ചെയ്ത ഒരു വെക്ടർ കിട്ടുമോ, ആ ഫാമിലിയിൽ തന്നെ പെടുന്ന ഒരു വെക്ടർ കിട്ടുമോ, ആ ടൈപ്പിലുള്ള വെക്ടർ കിട്ടുമോ എന്നുള്ള. കാരണം രണ്ട് മാട്രിക്സിനെ ആഡ് ചെയ്യുക, രണ്ട് 2/2 മാട്രിക്സിനെ ആഡ് ചെയ്തു, കിട്ടിയത് തന്നെ 2/2 മാട്രിക്സ് തന്നെയാണ്. ഇവിടെ ഞാൻ ഈ O+ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ആദ്യമേ നമ്മൾ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുക അല്ല, നമ്മൾ രണ്ട് സ്ട്രക്ചേഴ്സിനെ തമ്മിൽ നമ്മളൊരു പർട്ടിക്കുലർ ഡെഫിനിഷൻ ഉണ്ട്, എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കറസ്പോണ്ടിങ് എൻട്രീസ് തമ്മിലാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ അഡീഷൻ അല്ല, എൻട്രീസിനെ തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് O+ ഉപയോഗിച്ചിരിക്കുന്നത്. വെക്ടർ അഡീഷൻ എല്ലാം നമ്മൾ O+ലായിരിക്കും ഇനി അങ്ങോട്ട് സൂചിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം തന്നെ, നമുക്കൊരു ഉത്തരം കിട്ടി, അതന്നെ വലിയ കാര്യം. ഈ ഉത്തരം കിട്ടി എന്നുള്ളതൊരു പ്രോപ്പർട്ടിയാണ്. ഈ ഉത്തരത്തിൻ്റെ പ്രത്യേകത തന്നെ അതും 2/2 ആണ്. അതാണ് ക്ലോഷർ അണ്ടർ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലോഷർ അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു സ്കെയിലാർ വെച്ച് മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും 2/2 ആയിരിക്കും. ഓക്കെ, കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടോ മാട്രിക്സ് അഡീഷന്? രണ്ട് മാട്രിക്സിനെ ആഡ് ചെയ്താൽ എനിക്ക് എങ്ങനെ വേണേലും ആഡ് ചെയ്തുകൂടെ? കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടോ മാട്രിക്സ് അഡീഷന്? അസോസിയേറ്റിവിറ്റി ഉണ്ടോ മാട്രിക്സ് അഡീഷന്? എനിക്ക് എങ്ങനെ വേണേലും അസോസിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇനി അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടോ? സീറോ വെക്ടർ ഉണ്ടെന്ന് പറഞ്ഞ പോലെ സീറോ മാട്രിക്സ് ഉണ്ടോ? ഉണ്ട്. സീറോ മാട്രിക്സ് എന്ന് വെച്ചാൽ എല്ലാ എൻട്രീസും സീറോ ആയിരിക്കും. സീറോ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എൻട്രീസും സീറോ ആയിരിക്കും. അതുണ്ട്. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ? ഉണ്ട്. A1 2 3 4 അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ? ഇതാ. അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടോ? ഉണ്ട്. 1 വെച്ചൊരു മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ മാട്രിക്സ് തന്നെ തിരിച്ച് കിട്ടുകയല്ലേ? അപ്പോൾ 1 ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓർ വെക്ടർ അഡീഷൻ ഇവിടെയും കാണാൻ പറ്റുമോ? പറ്റും. കണ്ടോ, നമ്മൾ ആദ്യമേ മാട്രിക്സിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യണം. അതിന് പകരം ഓരോ മാട്രിക്സിനെയും സ്കെയിൽ ചെയ്തിട്ട് ആ മാട്രിക്സിനെ തങ്ങളിൽ ആഡ് ചെയ്താലും മതി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ സ്കെയിലാർ അഡീഷൻ ഉണ്ടോ? ആദ്യം സ്കെയിലേഴ്സിനെ ആഡ് ചെയ്തിട്ട് മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണോ, അത് തന്നെയാണ് സ്കെയിൽ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു, രണ്ടും ഒന്നാണ്. ഓക്കെ, നമ്മൾ രണ്ട് സ്ട്രക്ചേഴ്സ്, അതായത് നമ്മൾ R2 കണ്ടു, M2/2 കണ്ടു. ഈ രണ്ട് സ്ട്രക്ചേഴ്സിലും 10 പ്രോപ്പർട്ടീസ് ഷെയർഡാണെന്ന് നമ്മൾ കണ്ടു. നമ്മൾ R2-ൽ പറഞ്ഞ 10 പ്രോപ്പർട്ടി M2/2-ലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റി? നമ്മൾ കുറച്ച് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്തു. R2-ലുള്ള കുറേ പാറ്റേൺ M2/2-ലും ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മൾ ഡിഫൈൻ ചെയ്ത ഓപ്പറേഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മൾ കണ്ടു. ഇനി മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാറ്റേൺസ് കണ്ടുപിടിക്കുന്ന പ്യുവർ മാത്തമാറ്റിക്സ് ഇങ്ങനെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള മാത്സ് ഇങ്ങനെയുള്ള പാറ്റേൺസ് കണ്ടെടുത്ത് ഈ പാറ്റേൺസ് ഉപയോഗിച്ച് നമ്മൾ ഈ പാറ്റേൺസിനെ ജനറലൈസ് ചെയ്യും. എന്നിട്ട് സിമിലർ പ്രോബ്ലംസിലൊക്കെ ഇതേപോലത്തെ പ്രോബ്ലംസിലൊക്കെ ഈ പാറ്റേൺസ് ഈ ഐഡിയാസ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അതായത് സബ്ജക്റ്റിനെ ഒന്ന് ജനറൽ ആക്കാൻ പറ്റുമോ, ജനറൽ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം സിമിലർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും. അതായത് ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യുക, ഒരേ തരം കാര്യങ്ങളെ എങ്ങനെ നേരിടുക എന്നുള്ള ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ R2 എന്താണെന്ന് പറഞ്ഞു. R2-നും M2/2-നും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒന്ന് ഒരു അനലോഗി പറയാം. നമ്മൾ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ് ഇതിനൊക്കെ കുറേ ഷെയ്ഡ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണല്ലോ അതിനെ ഒരു ജനറൽ ക്ലാസ്സായ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് കൊണ്ടിട്ടേക്കുന്നത്. അതുപോലെ R2-ലും M2/2-ലും വെക്ടർ അഡീഷനിലും മാട്രിക്സ് അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇതിനെ ഒരു ജനറൽ ക്ലാസ്, ഒരു ഫ്രൂട്ട് പോലെ ഒരു ജനറൽ വേർഡിലേക്ക് നമ്മളതിനെ കൊണ്ടുപോകുക. ആ വേർഡാണ് വെക്ടർ സ്പേസ്. അപ്പോൾ R2 ഒരു 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്, R3 ഒരു 3 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്.
Rn ഒരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. M2/2 ഒരു 2/2 മാട്രിക്സ് വെക്ടർ സ്പേസ് ആണ്. M2/2 ഒരു വെക്ടർ സ്പേസ് ആണ്. Mn/n ഒരു വെക്ടർ സ്പേസ് ആണ്. ഇതെല്ലാം എന്താണ്? ഒരു വെക്ടർ സ്പേസ് ആണ്. R2ൻ്റെ പ്രോപ്പർട്ടി R3 ഉണ്ട്. അപ്പോൾ R2 ഒരു വെക്ടർ സ്പേസ് ആണ്, R3യും വെക്ടർ സ്പേസാണ്. Rnനും R2നും R3ക്കും ഉള്ള പ്രോപ്പർട്ടിയൊക്കെ അതിനും ഉണ്ട്. അപ്പോൾ അതും ഒരു വെക്ടർ സ്പേസാണ്. M2/2നും R2നുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അതൊരു വെക്ടർ സ്പേസാണ്. M2/2നെ പോലെ സിമിലർ ആയിട്ടൊരു സാധനമാണ് Mn/n. അങ്ങനെയാണ് R2 വെക്ടർ സ്പേസ് ആണ്, R3, Rനും M2/2ഉം Mn/nനും ഒക്കെ എന്താണ്? വെക്ടർ സ്പേസ് ആണ്. നമ്മൾ ജനറലൈസ് ചെയ്യുക. ആപ്പിളും ഓറഞ്ചും ഗ്രേപ്പും ഒക്കെ ഫ്രൂട്ടാന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ ഇനി തൊട്ട് ഇങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് വെക്ടർ സ്പേസ്. ഓക്കെ, നമുക്ക് വെക്ടർ സ്പേസിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷനൊക്കെ അടുത്ത ലെക്ചറിൽ കാണാം. താങ്ക് യു. Kindly support by subscribing.